മസ്കറ്റിലുള്ളവര് ഇപ്പൊ വീക്കെൻഡ്സ് എവിടെ പോവാം എന്ന് ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല, ആലോചിക്കുന്നുണ്ടാവില്ല. ബിക്കോസ് എല്ലാവരും മസ്കറ്റ് നൈറ്റ്സിന്റെ പുറകെയാണ്. അതും ഒരു ലൊക്കേഷനിലല്ല, 7 ലൊക്കേഷനിലായിട്ടാണ് മസ്കറ്റ് നൈറ്റ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയാണ് 7 ലൊക്കേഷൻ എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. ഞാൻ പോയത് കൊറം പാർക്കിൽ നടക്കുന്ന ഫ്ലവർ ഫെസ്റ്റിവൽ കാണാനാണ് കേട്ടോ. ഞങ്ങൾ കേറിയതും ആദ്യം തന്നെ ഡ്രോൺ ഷോ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അടിപൊളിയായിരുന്നു. ഇതെങ്ങനെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. ആൻഡ് ഫ്ലവേഴ്സ് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ഫ്ലവർ ഫെസ്റ്റിവൽ കണ്ടിരുന്നേ പറ്റുള്ളൂ. അത്രയും അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ തിരക്ക് പറയാൻ വയ്യ. ഒരു വീക്കെൻഡിലും അവിടെ കാലുകുത്താൻ നിവൃത്തിയില്ലാത്തൊരവസ്ഥ എന്നൊക്കെ പറയില്ല, അത്രയും തിരക്കാണ്. അത്രയും ആൾക്കാരാണ് ഇത് കാണാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒമാനിലുള്ള സകല ആൾക്കാർ അതിന്റെ ഉള്ളിലാണോ എന്ന് തോന്നിപ്പോവും, അത്രയും തിരക്കായിരുന്നു അതിന്റെ ഉള്ളിൽ. ഒരുപാട് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ ഉള്ളില്. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളും എല്ലാം ഉള്ള കുറെ സ്റ്റോൾ ഉണ്ട്. അതേപോലെ തന്നെ ഫേസ് പെയിന്റിങ്, അതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നമ്മുടെ പാലക്കാട് ഫ്രണ്ട്സ് ഗ്രൂപ്പിന്റെയും സ്റ്റോൾ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. നല്ല നാടൻ വിഭവങ്ങളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് സ്റ്റോൾ ഉണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സിന്റെ കുറെ സ്റ്റോളുകൾ കണ്ടു. സോ ഈ ഒരു മസ്കറ്റ് നൈറ്റ്സ് ആരും മിസ് ചെയ്യരുത്. ഡെഫിനറ്റ്ലി ഈ ഒരു ഫ്ലവർ ഫെസ്റ്റിവൽ പോയിട്ടൊന്ന് കണ്ടു നോക്കണം കേട്ടോ.